ഇതേപോലത്തെ കൂടുതൽ സിനിമ വാർത്തകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തമിഴ് സിനിമയിലെ മാറ്റിനിർത്താനാവാത്ത ആർട്ടിസ്റ്റാണ് യോഗി ബാബു. തമാശകളിലൂടെ തമിഴ് സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് അദ്ദേഹം. വിവേക്, സന്താനം, വടിവേലു തുടങ്ങിയവരായിരുന്നു ഒരു കാലത്തെ കൊമേഡിയന്മാർ. എന്നാൽ വിവേക് മരണപ്പെടുകയും സന്താനം ഹീറോ പരിവേഷത്തിലേക്ക് മാറി. വടിവേലു സീരിയസ് വേഷങ്ങൾ ചെയ്യാനും തുടങ്ങിയതോടെ തമിഴിലെ യോഗി ബാബു, സൂര്യ, സതീഷ് തുടങ്ങിയ കോമഡി താരങ്ങൾ അരങ്ങ് വാഴാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ സൂര്യയും അടുത്തിടെ വിടുതല എന്ന സിനിമയിലെ നായകനായെത്തി. അടുത്തിടെ പുറത്തിറങ്ങിയ ഗരുഡനിലും സൂര്യ വളരെ സീരിയസ് ആയ വേഷമാണ് ചെയ്തത്. സൂര്യ വളരെ ഗൗരവമേറിയ വേഷങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് കോമഡിയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. മാമന്നനിലെ ക്യാരക്ടറിന് ശേഷം തനിക്ക് കോമഡി കഥാപാത്രങ്ങൾ വരുന്നില്ലെന്ന് വടിവേലു തന്നെ പറഞ്ഞിരുന്നു. മാമന്നനിലെ വടിവേലുവിന്റെ ക്യാരക്ടർ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിലെ തമിഴിലെ ഇത്രയും കോമഡി ചെയ്യുന്ന താരങ്ങൾ മാറിയതോടെ ഇപ്പോൾ യോഗി ബാബു തന്നെയാണ് പ്രധാനമായും കൊമേഡിയനായി ഇപ്പോഴും നിലനിൽക്കുന്നത്. പല സിനിമകളിലേക്കും ഒരുമിച്ച് വിളിക്കുന്നതിനാലെ ഇന്ന് തിരക്കുള്ള കോമഡി നടനാണ് യോഗി ബാബു. അതുകൊണ്ട് തന്നെ യോഗി ബാബു തന്റെ പ്രതിഫലവും അതുകൊണ്ട് ഉയർത്തിയിട്ടുണ്ട്. ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് യോഗി ബാബു പ്രതിഫലം കൂട്ടിയത്. പ്രശസ്ത മാധ്യമപ്രവർത്തകന് ബിസ്മി പറയുന്നത് പ്രകാരമാണെങ്കിൽ 12 ലക്ഷമാണ് യോഗി ബാബു ഒരു ദിവസത്തേക്ക് വാങ്ങുന്ന പ്രതിഫലം. വടിവേലുവിനെ പോലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ യോഗി ബാബു കടത്തിവെട്ടിയെന്നാണ് പറയുന്നത്. വടിവേലുവിന് ഒരു ദിവസത്തെ പ്രതിഫലമെന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അതേസമയം പരിയേറും പെരുമാളിൽ തമാശ കലർന്ന സീരിയസ് വേഷമാണ് അദ്ദേഹം ചെയ്തത്. കോമഡി സീരീസായ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് യോഗി ബാബു സിനിമയിലേക്ക് എത്തുന്നത്. യോഗി എന്ന ചിത്രത്തിലാണ് ബാബു ആദ്യം അഭിനയിച്ചത്. ആ സിനിമയുടെ പേര് തന്നെ ആദ്യം സ്വീകരിച്ച നടന് യോഗി ബാബുവായത്. കോലമാവ് കോകില, പരിയേരും പെരുമാള്, ധർമ്മപ്രഭു, യമകണ്ഠ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ശിവകാർത്തികേയന്റെ മാന കരാട്ടയിലെ കോമഡി കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അരൺമനൈ, കാഗി സട്ടായ്, കാക്കമുട്ടായ്, വേതാളം, ഇന്ത്യ പാകിസ്ഥാന് തുടങ്ങി നിരവധി സിനിമകളിൽ നടൻ അഭിനയിച്ചിട്ടുണ്ട്.